ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെതിരെ ഒരു കിടിലൻ വിജയമായിരുന്നു അർജന്റീന സ്വന്തമാക്കിയിരുന്നത്. 1-4 ഗോളുകൾക്കായിരുന്നു അർജന്റീന വിജയിച്ചിരുന്നത്. അർജന്റീനയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. എന്നാൽ ഈ മത്സരത്തിനിടെ ബ്രസീലിയൻ താരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ബ്രസീലിയൻ ആരാധകർക്കെതിരെ അർജന്റീൻ ആരാധകരിൽ നിന്നും റേസിസ്റ്റ് ചാൻഡുകളും അതുപോലെ തന്നെ വിവേചനപരമായ ചാൻഡുകളും സംഭവിച്ചിരുന്നു. ഈ മത്സരത്തിന് മുന്നേ തന്നെ അധികൃതർ ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ചില അർജന്റീൻ ആരാധകർ അത് വകവെക്കാൻ തയ്യാറായിരുന്നില്ല. വംശീയമായി അധിക്ഷേപിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഈ വിഷയത്തിൽ ഫിഫ ഇപ്പോൾ അർജന്റീനക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു കേസ് തന്നെ ഓപ്പൺ ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മത്സരത്തിനിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഫിഫ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും അർജന്റീനയ്ക്ക് ശിക്ഷാ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അതായത് അടുത്ത ഹോം മത്സരം അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ആ മത്സരത്തിൽ ഒരുപക്ഷെ ആരാധകരുടെ സാന്നിധ്യം ഇല്ലാതെ അർജന്റീനയ്ക്ക് കളിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ക്ലോസ്ഡ് ഡോറിലായിരിക്കും ആ ഒരു മത്സരം നടക്കുക. ഈ വിഷയത്തിൽ അർജന്റീന കുറ്റക്കാരല്ലെങ്കിൽ തീർച്ചയായും അവർക്ക് ആരാധകരുടെ സാന്നിധ്യം ലഭിക്കും. അല്ല എന്നുണ്ടെങ്കിലാണ് ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അർജന്റീൻ മാധ്യമങ്ങൾ പലരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അർജന്റീന സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അർജന്റീൻ ആരാധകരുടെ ഈ ഒരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ വംശീയാധിക്ഷേപങ്ങൾ അവർക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.